ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ. जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौरभक्तवृंद. जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौरभक्तवृंद. जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौरभक्तवृंद. ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः. श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं. वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च. हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिकाकान्त राधाकान्त नमोऽस्तुते. तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये. वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने. नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण 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 हरे 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 राम राम हरे हरे. मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरो दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഹരേ കൃഷ്ണ പ്രഭു പ്രണാം. ഹരേ കൃഷ്ണ. ഗുരവേ ഗൗരചന്ദ്രായ രാധികായേ തദാലയേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീലയാണ് നമ്മൾ പഠിക്കുന്നത്. ആദിലീലയിലെ 17-ാമത്തെ അധ്യായം ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീലകൾ പറയുന്ന അധ്യായമാണ്. കഴിഞ്ഞ അധ്യായത്തിലും നമ്മൾ കണ്ടു, കഴിഞ്ഞ അധ്യായങ്ങളിലും നമ്മൾ മഹാപ്രഭുവിൻ്റെ കുട്ടിക്കാലത്തെ ലീലകൾ കണ്ടു. ഈ ഒരു അധ്യായത്തിൽ ചൈതന്യ മഹാപ്രഭു യൗവനാവസ്ഥയിലിരിക്കുന്ന സമയത്തുള്ള ലീലകളാണ് 17-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. സന്യാസം എടുക്കുന്നത് വരെയുള്ള ആ സെക്ഷനാണ് ആക്ച്വലി ഇവിടെ കവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു ഒരുപാട് ലീലകൾ. ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി വളരെ ചുരുക്കത്തിലാണ് പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ശ്രീ ചൈതന്യ ഭാഗവതം എന്ന് പറയുന്ന പുസ്തകത്തിൽ ശ്രീല വൃന്ദാവൻ ദാസ് ഠാക്കൂർ വളരെ വിശദീകരിച്ച് ലീലകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ചൈതന്യ ചരിതാമൃതവും ചൈതന്യ ഭാഗവതവും നമ്മൾ പാരലലി പഠിക്കേണ്ട ഗ്രന്ഥങ്ങളാണ്. മഹാപ്രഭുവിൻ്റെ ആദ്യത്തെ 24 വർഷം ഉള്ള ലീലകൾ, അതായത് സന്യാസം എടുക്കുന്നതിന് മുമ്പുള്ള ലീലകൾ കൂടുതലും പറഞ്ഞിട്ടുള്ളത് ചൈതന്യ ഭാഗവതത്തിലാണ്. ചൈതന്യ ചരിതാമൃതത്തിൽ ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി വൃന്ദാവൻ ദാസ് ഠാക്കൂർ പറയാത്തതായിട്ടുള്ള ലീലകളെക്കുറിച്ച് മാത്രമാണ് അദ്ദേഹം കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. സന്യാസത്തിന് ശേഷമുള്ള ലീലകൾ അതെല്ലാം കൂടുതലും ചൈതന്യ ചരിതാമൃതത്തിലാണുള്ളത്. ചൈതന്യ ഭാഗവതത്തിൽ അധികം ഇല്ല. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സെക്ഷൻസ്, അതായത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ സന്യാസത്തിന് മുമ്പുള്ള
ലീലകളാണ് കുട്ടിക്കാലം മുതലുള്ളത്. അതെല്ലാം ചൈതന്യ ഭാഗവതത്തിൽ വളരെ വിശദമായിട്ട് ശില വൃന്ദാവൻദാസ് ഠാക്കൂർ പറയുന്നുണ്ട്. അതുകൊണ്ട് ശില കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി അവിടെ തൊടുന്നില്ല. അദ്ദേഹം എപ്പോഴും പറയുകയും ചെയ്യും, അദ്ദേഹം പറയാറുമുണ്ട്, ശ്ലോകത്തിൻ്റെ ഇടയിൽ പറയും. കാര്യം വൃന്ദാവൻദാസ് ഠാക്കൂർ ഇത് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല എന്ന് അദ്ദേഹം വളരെ ബഹുമാനത്തോടു കൂടി പറയും. വൃന്ദാവൻദാസ് ഠാക്കൂറിനെ അദ്ദേഹം എപ്പോഴും സ്തുതിക്കും. കാര്യം അദ്ദേഹം ചെയ്തിട്ടുള്ളതിൻ്റെ ബാക്കി അവശിഷ്ടമാണ് ഞാൻ ചെയ്യുന്നത് എപ്പോഴും പറയും അദ്ദേഹം. ചില കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി വിനയത്തിൻ്റെ മൂർത്തി സ്വരൂപമാണ് അദ്ദേഹം. 90-ാം വയസ്സിലാണ് ശ്രീ ചൈതന്യ ചരിതാമൃതം എഴുതുന്നത്, 90 വയസ്സിന് ശേഷം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയും പ്രായവും അനുകൂലമായിരുന്നില്ല. പക്ഷേ അദ്ദേഹം ശുദ്ധ ഭക്തനായതുകൊണ്ടും ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെയും അദ്ദേഹത്തിൻ്റെ പാർഷദരുടെയും ശില രൂപ ഗോസ്വാമിയുടെയും ശില രഘുനാഥ് ദാസ് ഗോസ്വാമിയുടെയും ഒക്കെ അനുഗ്രഹം അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുണ്ടായിരുന്നു. എല്ലാ വൈഷ്ണവരും വൃന്ദാവനത്തിൽ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു ഇങ്ങനെയൊരു ഗ്രന്ഥം എഴുതാൻ വേണ്ടി. അങ്ങേക്കല്ലാതെ വേറെ ആർക്കും സാധിക്കില്ല എന്ന് അവർ പറഞ്ഞു. കാര്യം ഇതിനു മുമ്പ് ശില കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഗോവിന്ദ ലീലാമൃതം എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരുന്നു. അത് വായിച്ചപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ ആ ഒരു സ്കോളർഷിപ്പും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഡിവോഷനും ഭക്തിയും. അങ്ങനെ ഗോസ്വാമിമാർ ഇദ്ദേഹത്തെ ഏൽപ്പിച്ചു ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീലകൾ എഴുതാൻ വേണ്ടി. ആ സമയത്ത് ശില രഘുനാഥ് ദാസ് ഗോസ്വാമി അവിടെ ഉണ്ടായിരുന്നു. ശില രഘുനാഥ് ദാസ് ഗോസ്വാമിയാണ് രാധാകുണ്ടിൻ്റെ തട്ടിലിരുന്ന് ചൈതന്യ ലീലകൾ, സന്യാസത്തിന് ശേഷമുള്ള ലീലകൾ. കാര്യം രഘുനാഥ് ദാസ് ഗോസ്വാമി 16 വർഷത്തോളം ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ കൂടെ ജഗന്നാഥപുരിയിലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ നടന്നിട്ടുള്ള എല്ലാം അറിയാമായിരുന്നു. അദ്ദേഹം നേരിട്ട് കണ്ടിട്ടുണ്ട് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീലകൾ. അതുകൊണ്ട് സനാതൻ ഗോസ്വാമിയും രൂപ ഗോസ്വാമിയും മറ്റുള്ള ഗോസ്വാമിമാരൊക്കെ ആക്ച്വലി അവരുടെ ജനറേഷൻ ത്തിൻ്റെ ഏകദേശം അവസാന ഭാഗത്താണ് ഇതെല്ലാം നടക്കുന്നത്. ആ സമയത്ത് ഇദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു. അതായത് രഘുനാഥ് ദാസ് ഗോസ്വാമി. കാര്യം രഘുനാഥ് ദാസ് ഗോസ്വാമി മഹാപ്രഭുവിനെ പിരിഞ്ഞ് മഹാപ്രഭുവിൻ്റെ തിരോഭാവത്തിന് ശേഷം രഘുനാഥ് ദാസ് ഗോസ്വാമിക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ അദ്ദേഹം വൃന്ദാവനത്തിലേക്ക് വന്ന് അദ്ദേഹം ഗോവർദ്ധന പർവ്വതത്തിന് മുകളിൽ കയറി ആത്മഹത്യ ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. ആ സമയത്താണ് രൂപ സനാതൻ രണ്ടുപേരും, രൂപ ഗോസ്വാമി സനാതൻ ഗോസ്വാമിയും രഘുനാഥ് ദാസ് ഗോസ്വാമിയുടെ കൈപിടിച്ച് അദ്ദേഹത്തോട് പറയുന്നത്, ഇതൊരിക്കലും ചെയ്യരുത്. വിഷമം ഞങ്ങൾക്കുമുണ്ട്, ഞങ്ങളും ഒരുപാട് വിഷമിക്കുന്നു മഹാപ്രഭുവിൻ്റെ വിയോഗത്തിൽ. എന്നാൽ നിന്നെപ്പോലെ മഹാസൗഭാഗ്യമുള്ള വേറെ ആരുമില്ല. ഞങ്ങൾക്ക് പോലും അവസരം കിട്ടിയിട്ടില്ല ചൈതന്യ മഹാപ്രഭുവിൻ്റെ കൂടെ ഇത്രയും വർഷങ്ങൾ കൂടെ നിൽക്കാൻ. അതുകൊണ്ട് ഇനിയുള്ള കാലം ഇവിടെ വൃന്ദാവനത്തിലെ ബ്രജവാസികൾക്ക്, ഞങ്ങൾക്കെല്ലാവർക്കും മഹാപ്രഭുവിൻ്റെ ലീലകൾ വിസ്തരിക്കൂ എന്ന് പറയും. അങ്ങനെയാണ് ശില രഘുനാഥ് ദാസ് ഗോസ്വാമി ആത്മഹത്യയുടെ പ്ലാൻ മാറ്റിവെച്ച് അദ്ദേഹം രാധാകുണ്ടിൻ്റെ തട്ടിലിരുന്നു കൊണ്ട് രഘുനാഥ് ദാസ് ഗോസ്വാമിയുടെ പ്രിയപ്പെട്ട, അല്ലെങ്കിൽ എപ്പോഴും അദ്ദേഹം ഭജൻ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ് രാധാകുണ്ട്. വൃന്ദാവനത്തിൽ രാധാകുണ്ടിലിരുന്നാണ് അദ്ദേഹം ചൈതന്യ ചരിതാമൃതം അല്ലെങ്കിൽ ചൈതന്യ ലീല പറയുന്നത്. അപ്പോൾ അദ്ദേഹം കണ്ട ലീലകൾ, അതേപോലെ ശില രഘുനാഥ് ദാസ് ഗോസ്വാമിയുടെ ശിക്ഷാഗുരുവായിരുന്നു ശില സ്വരൂപ് ദാമോദർ ഗോസ്വാമി. മഹാപ്രഭുവിൻ്റെ വലങ്കൈയായിരുന്നു അദ്ദേഹം. സ്വരൂപ് ദാമോദർ ഗോസ്വാമിക്ക് സ്വന്തമായിട്ടൊരു ഡയറി ഉണ്ടായിരുന്നു. ആ ഡയറിയിൽ മഹാപ്രഭു അനങ്ങുന്നത്, ഇങ്ങോട്ട് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ അത് എഴുതും, ഇങ്ങോട്ട് അനങ്ങിക്കഴിഞ്ഞാൽ അനങ്ങുന്നത് പോലും അദ്ദേഹം നോട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ഡയറിയും കിട്ടിയിരുന്നു ശില രഘുനാഥ് ദാസ് ഗോസ്വാമിക്ക്. ഇദ്ദേഹം ഗിഫ്റ്റ് ചെയ്യുന്നതാണ് സ്വരൂപ് ദാമോദർ ഗോസ്വാമി. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യമൊക്കെ വായിച്ചതിന് ശേഷം ഇദ്ദേഹം രാധാകുണ്ടിലിരുന്ന് ഹരികഥ പറയും, ചൈതന്യ ലീല പറയുമായിരുന്നു. ഒരുപാട് ഭക്തർ കൂടെ വന്നിരുന്ന് കേൾക്കും. ആ കൂട്ടത്തിലുണ്ടായിരുന്നു ശില കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി. അങ്ങനെ അദ്ദേഹം പിന്നീട് ചൈതന്യ ചരിതാമൃതത്തിൽ അദ്ദേഹം കേട്ടതെല്ലാം അവിടെ അങ്ങനെ എഴുതി തരുന്നു. അപ്പോൾ ഇതെല്ലാം ഇവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് ഈ ചൈതന്യ ചരിതാമൃതം കിട്ടിയിട്ടുള്ളത്. പ്രത്യേകിച്ചും ശീല പ്രഭുപാജിയുടെ മഹാകാരുണ്യമാണ്. അദ്ദേഹം ശ്രീമദ് ഭാഗവതം ട്രാൻസ്ലേഷൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം കുറച്ചു കാലം ഒരു ഗ്യാപ്പ് എടുത്തതിന് ശേഷം ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഈ ചൈതന്യ ചരിതാമൃതം എഴുതുവാൻ അദ്ദേഹം സമയം കൊടുത്തു. അദ്ദേഹം സമയമെടുത്ത് അത് എഴുതി പൂർണ്ണമായിട്ടും ഭാവാർത്ഥവും എഴുതി എല്ലാ ശ്ലോകങ്ങളും 11,000-ന് ഉപരി ശ്ലോകങ്ങളുണ്ട്. അതെല്ലാം എഴുതി അദ്ദേഹം ചൈതന്യ ചരിതാമൃതം റെഡിയാക്കി വളരെ ചുരുക്കം സമയം കൊണ്ട്.
അതുകൊണ്ട് നമുക്ക് ഇത് ആക്സസ് ചെയ്യാൻ സാധിച്ചു. ഇല്ലെങ്കിൽ ഇത്രയും മഹത്തായിട്ടുള്ള ഒരു കൃതി നമുക്ക് തൊടാൻ പോലും കഴിയില്ലായിരുന്നു. ബംഗാളി ഭാഷയിലായിരുന്നു. അതുകൊണ്ട് എല്ലാം മഹാപ്രഭുവിൻ്റെ നിത്യപാർഷദനായിട്ടുള്ള ശീല പ്രഭുപാജിയുടെ മഹാകാരുണ്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൂടിയേ തീരൂ നമുക്ക് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യണമെങ്കിൽ. ഓക്കെ, ശീല പ്രഭുപാദ് കി ജയ്. നമ്മൾ ഈ ഒരു അധ്യായത്തിൽ 60-ാമത്തെ ശ്ലോകം മുതൽ മഹാപ്രഭുവിൻ്റെ പല പല ലീലകൾ കണ്ടു. ചെറുതായിട്ട് വളരെ ഒരു ശ്ലോകത്തിലാണ് ഇദ്ദേഹം പറയുന്നുള്ളൂ. ശ്രീലകൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ബ്രാഹ്മണൻ മഹാപ്രഭുവിനെ ശപിക്കുന്ന കഥ ഓൾറെഡി നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാവും, ഉറപ്പാണ്. അതുകൊണ്ട് അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു സെക്ഷനുണ്ട്, അങ്ങനെ ഒരു ലീലയുണ്ട്. അതിനുശേഷം മുകുന്ദദത്ത എന്ന് പറയുന്ന മഹാപ്രഭുവിൻ്റെ വളരെ പ്രിയപ്പെട്ട പാർഷദൻ, അദ്ദേഹം ഇതുപോലെ യോഗവശിഷ്ഠ, അതായത് മായാവതികളുടെ കൂടെ കുറച്ച് അവർ പറയുന്നത്, അവരുടെ പ്രഭാഷണം കേൾക്കാനൊക്കെ അദ്ദേഹം കുറച്ച് പോകുമായിരുന്നു. അതും മഹാപ്രഭുവിന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് മുകുന്ദദത്തയെ അദ്ദേഹം റിജക്റ്റ് ചെയ്തു. ആ സമയത്ത് അവിടെ മഹാപ്രകാശ ലീല നടക്കുന്ന സമയത്ത് മുകുന്ദദത്തയ്ക്കൊന്നും അകത്തോട്ട് എൻട്രി ഉണ്ടായിരുന്നില്ല. മുകുന്ദദത്ത പുറത്തുനിന്ന് കരയുമായിരുന്നു. ആ സമയത്ത് മഹാപ്രഭുവിനോട് അദ്ദേഹത്തിൻ്റെ പാർഷദർ ചോദിക്കുന്നുണ്ട്, മുകുന്ദദത്ത നമ്മുടെ സ്വന്തം ആളാണ്, പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് പ്രവേശനം കൊടുക്കാത്തത്? മഹാപ്രഭു പറഞ്ഞു, അത് ശരിയല്ല, കാര്യം അവൻ മായാവാദികളുടെ പ്രഭാഷണം കേൾക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ കയറ്റാൻ പറ്റില്ല. കാര്യം മായാവാദികൾ അപരാധികളാണ്. ഭഗവാനെ മനുഷ്യരും, അതായത് ജീവാത്മാവും ഭഗവാനും ഒന്നാണെന്ന് പറയുന്നവരാണ്. ഭഗവാന് രൂപമില്ല എന്ന് പറയുന്നവരാണ്. അവരുടെ കൂടെ കൂടുന്നതും ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം പറഞ്ഞു. അപ്പോൾ അവർ പറയുന്നുണ്ട്, ക്ഷമിച്ചൂടെ, പാവമല്ലേ മുകുന്ദദത്ത, അവൻ്റെ അറിവില്ലായ്മ കൊണ്ടല്ലേ. മഹാപ്രഭു പറഞ്ഞു, എനിക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. 1 കോടി വർഷങ്ങൾ അവൻ കാത്തിരിക്കേണ്ടി വരും ഇനി അവന് എൻ്റെ ദർശനം കിട്ടാൻ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഈ ഒരു വിവരം പോയി മുകുന്ദദത്തയോട് പറഞ്ഞ സമയത്ത് മുകുന്ദദത്ത ഡാൻസ് കളിക്കുകയായിരുന്നു. ചൈതന്യ മഹാപ്രഭു പറഞ്ഞു 1 കോടി വർഷത്തിന് ശേഷം എനിക്ക് ദർശനം തരുമെന്ന്, അത് മതി എന്ന് പറഞ്ഞ് അദ്ദേഹം സന്തോഷത്തോടുകൂടി എല്ലാവരോടും പറഞ്ഞ് ഉറക്കെ ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ട് മഹാപ്രഭുവിൻ്റെ മഹാകാരുണ്യം എനിക്ക് 1 കോടി വർഷത്തിന് ശേഷം കിട്ടുമെന്ന് പറഞ്ഞ് സന്തോഷിക്കുമായിരുന്നു. ഇത് കേട്ടപ്പോൾ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഹൃദയം മനസ്സലിഞ്ഞു. പറഞ്ഞു, അവൻ ഇത്രയും ആകാംക്ഷ, ഇത്രയും അവന് പ്രതീക്ഷയുണ്ട്, ഇത്രയും സ്നേഹമുണ്ട്, ഇത്രയും 1 കോടി വർഷത്തിന് ശേഷം കാണുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടും അവൻ്റെ സന്തോഷം കണ്ടില്ലേ എന്ന് പറഞ്ഞ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ അലിയുന്നു. അങ്ങനെ പിന്നീട് മുകുന്ദദത്തയ്ക്കും എൻട്രി കൊടുക്കുന്നു, മുകുന്ദദത്തയോട് ക്ഷമിക്കുന്നു. അതിനുശേഷം അദ്വൈതാചാര്യയുടെ കാര്യം പറയുന്നു. അദ്വൈതാചാര്യം ഇതേപോലെ തന്നെ ഒരു കുറുമ്പ് കാണിക്കും. അദ്ദേഹം യോഗവശിഷ്ഠ എന്ന് പറഞ്ഞാൽ മായാവാദ ഫിലോസഫിയാണ്. അത് മായാവാദ ഫിലോസഫി പ്രചരണം ചെയ്യുന്നു. ഇടയിൽ വേറൊന്നിനും വേണ്ടിയിട്ടല്ല, മഹാപ്രഭുവിൻ്റെ ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടി. മഹാപ്രഭു മായാവാദികളുടെ കാര്യങ്ങൾ എന്തെങ്കിലും, മായാവാദികളെ കൂടെ കൂടുന്നതോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും ചർച്ചകൾ ഉണ്ടെന്നും മഹാപ്രഭു അറിയുകയാണെങ്കിൽ മഹാപ്രഭുവിന് അത്രയും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അറിയാം. അതിന് വേണ്ടി തന്നെയാണ് അദ്വൈതാചാര്യ അത് ചെയ്തത്. അങ്ങനെ മഹാപ്രഭുവിന് റിപ്പോർട്ട് കിട്ടുന്നു. അദ്വൈതാചാര്യ മഹാപ്രഭുവിൻ്റെ പാർശ്വതർ വന്ന് പറയുന്നു, അദ്വൈതാചാര്യ ഇപ്പോൾ ആൾ മാറി, ഇപ്പോൾ മായാവാദികളുടെ കൂടി യോഗവശിഷ്ഠയാണ് ഇപ്പോൾ പ്രചരണം ചെയ്യുന്നത്, അവിടെ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പോയി പറയും ചൈതന്യ മഹാപ്രഭുവിനടുത്ത്. ചൈതന്യ മഹാപ്രഭുവിന് അങ്ങ് ദേഷ്യം വന്നു ഓടിപ്പോയി അദ്വൈതാചാര്യയുടെ അടുത്ത് പോയി. അദ്വൈതാചാര്യ പോകുന്ന സമയത്ത് മഹാപ്രഭു പോകുന്ന സമയത്ത് അദ്ദേഹം പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരുപാട് ആളുകൾ കൂടിയിട്ടുണ്ട്, മായാവാദികൾ. ആക്ച്വലി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം പരമശുദ്ധ ഭക്തനാണ്. അദ്ദേഹം മഹാദേവനും മഹാവിഷ്ണുവിൻ്റെയും അവതാരമാണ് അദ്വൈതാചാര്യ. എന്നാൽ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി, വേറെ ഒന്നുമല്ല, ചൈതന്യ മഹാപ്രഭു എപ്പോഴും അദ്വൈതാചാര്യയെ കാണുമ്പോൾ കാലിൽ വീണ് ഒരു സ്വന്തം അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ഗുരുവിനെ പോലെയായിരുന്നു അദ്വൈതാചാര്യയെ കണ്ടിരുന്നത്. കാര്യം ശ്രീപാദ് മാധവേന്ദ്രപുരിയുടെ ശിഷ്യനാണ് അദ്വൈതാചാര്യ. മാധവേന്ദ്രപുരി അല്ലെങ്കിൽ അദ്വൈതാചാര്യയും മഹാപ്രഭുവിൻ്റെ ഗുരുവും ഈശ്വരപുരിയും ശരിക്കും ഗോഡ് ബ്രദേഴ്സാണ്.
അപ്പോൾ അതുകൊണ്ട് അദ്വൈതാചാര്യ അങ്ങനെയാണ് കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എപ്പോഴും അദ്വൈതാചാര്യ കാണുമ്പോൾ ബഹുമാനമാണ് മഹാപ്രഭുവിന്. ഇത് അദ്വൈതാചാര്യക്ക് പറ്റുന്നില്ല. അദ്വൈതാചാര്യക്ക് ആഗ്രഹം, എനിക്ക് ചൈതന്യ മഹാപ്രഭുവിനെ സേവനം ചെയ്യണം, അതിനുള്ള അവസരം മഹാപ്രഭു തരുന്നില്ല. എപ്പോഴും എന്നോട് ഭക്തിയും എന്നോട് ബഹുമാനമാണ്, എനിക്ക് അങ്ങോട്ട് ഒരു സേവനവും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു. അത് മാറാൻ വേണ്ടിയിട്ടാണ് അദ്വൈതാചാര്യ ഈ ഒരു കുറുമ്പ് കാണിക്കുന്നത്, മായാവാദം പ്രചരണം ചെയ്യുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചൈതന്യ മഹാപ്രഭു അവിടെ വന്ന് എന്തെങ്കിലും ആക്ഷൻ എടുക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അതിനുവേണ്ടി അദ്ദേഹം ചെയ്യുന്നു. അങ്ങനെ ചൈതന്യ മഹാപ്രഭു വരുമ്പോൾ അദ്വൈതാചാര്യ മഹാപ്രഭുവിനെ കണ്ടു. മഹാപ്രഭു വരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൻ്റെ ശക്തി കൂട്ടി. ഭഗവാന് രൂപമില്ല, എന്താണ് ജീവാത്മാവും ഭഗവാനും തമ്മിൽ എന്താണ് വ്യത്യാസം? ഞാനും നാരായണൻ, നിങ്ങളും നാരായണൻ, എല്ലാവരും നാരായണൻ. മഹാപ്രഭുവിന് കലിയിളകി. മഹാപ്രഭു ചാടിക്കേറി വന്ന് അദ്വൈതാചാര്യ പിടിച്ചു. അദ്വൈതാചാര്യ ഓടുന്നു, മഹാപ്രഭു പിന്നാലെ ഓടുന്നു. അങ്ങനെ അവസാനം അദ്വൈതാചാര്യയെ പറയുന്നു, ഈ സെക്ഷനിൽ പറയുന്നു, മഹാപ്രഭു അടിക്കുമായിരുന്നു. അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും, അതായത് അദ്വൈതാചാര്യയെ പോലുള്ളൊരു ശുദ്ധ ബ്രാഹ്മണൻ, ശുദ്ധ ഭക്തൻ, അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് മായാവാദം കേൾക്കുമ്പോൾ ചൈതന്യ മഹാപ്രഭുവിന് സഹിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ ശകാരിക്കുമായിരുന്നു. അപ്പോൾ മഹാപ്രഭുവിന് ദേഷ്യം വന്നു, ദേഷ്യം പ്രകടിപ്പിക്കുന്നു അടിയിലൂടെ. ദേഷ്യത്തിൽ പറയുന്നുണ്ട് ചൈതന്യ മഹാപ്രഭു, എന്താ ഇങ്ങനെ ചെയ്യുന്നത്? അദ്വൈതാചാര്യ, എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അടിക്കുന്നു. അപ്പോൾ അദ്വൈതാചാര്യക്ക് ഒരുപാട് സന്തോഷമായി. അദ്വൈതാചാര്യ പറയുന്നു, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ ഒരു സന്ദർഭത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു, ചൈതന്യ മഹാപ്രഭുവിൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ശിക്ഷ കിട്ടാൻ, അദ്ദേഹത്തിൻ്റെ ശകാരം കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു അദ്ദേഹം. എപ്പോഴും എന്നെ കാണുമ്പോൾ എൻ്റെ കാലിൽ വീഴും, ഇപ്പോൾ എനിക്ക് അവസരം കിട്ടി, എന്നെ അടിക്കുന്നു, എനിക്ക് സമാധാനമായി, എനിക്ക് സന്തോഷമായി. അദ്വൈതാചാര്യക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ അദ്ദേഹം ഈ ഒരു ലീല നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി ചർച്ച ചെയ്തായിരിക്കും, പക്ഷേ ഒരു ഫ്ലോവിന് വേണ്ടി ഞാൻ പറയുന്നു എന്ന് മാത്രം. അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നു ശ്രീധർ ഇന്ന് മുരാരി ഗുപ്തയെക്കുറിച്ച് ഇടയിൽ പറയുന്നു 69ാമത്തെ ശ്ലോകത്തിൽ. 70ാമത്തെ ശ്ലോകത്തിൽ ശ്രീധർ എന്ന് പറയുന്ന, കോലവേച്ച ശ്രീധർ എന്ന് പറയുന്ന ഒരു മഹാപ്രഭുവിൻ്റെ വേറൊരു പാർഷദനുണ്ട്. അദ്ദേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. ശ്രീധരേര ലൗഹപാത്രേ കൈലജലപാൻ സമസ്ത ഭക്തേരാദില ഇഷ്ടവരദാൻ. ശ്ലോകം വായിക്കാം ആർക്കെങ്കിലും, അതേപോലെ വിവർത്തനവും ഭാവാർത്ഥവും കൂടെ വായിക്കാം. അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. യെസ്, വായിക്കൂ. ഒരിക്കൽ ശ്രീ ചൈതന്യ മഹാപ്രഭു നാമസങ്കീർത്തനത്തിനു ശേഷം ശ്രീധരന്റെ ഭവനത്തിലേക്ക് പോവുകയും അവന്റെ പൊട്ടിയ ഇരുമ്പ് കുടത്തിൽ നിന്ന് ജലപാനം ചെയ്യുകയും ചെയ്തു. അനന്തരം അവിടെ നിന്ന് എല്ലാ ഭക്തന്മാർക്കും അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള അനുഗ്രഹങ്ങൾ നൽകി. വിവർത്തനമാണ് പ്രഭു. ഭാവാർത്ഥം വായിക്കാമോ? മജിസ്ട്രേറ്റ് ആയിരുന്ന ചാന്ദ് കാസിയോട് പ്രതിഷേധിക്കുന്നതിന് നടത്തിയ കൂട്ടായ നഗരസങ്കീർത്തനത്തിന് ശേഷം കാസി ഒരു ഭക്തനായി മാറി. അനന്തരം ശ്രീ ചൈതന്യ മഹാപ്രഭു തന്റെ സങ്കീർത്തന സംഘത്തോടൊപ്പം ശ്രീധരന്റെ ഭവനത്തിലേക്ക് പോയി. ചാന്ദ് കാസി അവിടെ നിന്നെ അനുഗമിച്ചു. എല്ലാ ഭക്തന്മാരും അവിടെ കുറെ സമയം വിശ്രമിക്കുകയും ശ്രീധരന്റെ കേടായ ഇരുമ്പുകുടത്തിൽ നിന്ന് ജലപാനം ചെയ്യുകയും ചെയ്തു. കുടം ഒരു ഭക്തന്റേതായതുകൊണ്ടാണ് ഭഗവാൻ അതിലെ ജലം സ്വീകരിച്ചത്. ചാന്ദ് കാസി പിന്നീട് സ്വഗ്രഹത്തിലേക്ക് മടങ്ങിപ്പോയി. അവർ വിശ്രമിച്ച സ്ഥലം ഇപ്പോഴും മായാപൂരിന് വടക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടം കീർത്തന സംഘത്തിന്റെ വിശ്രമസ്ഥലം എന്നറിയപ്പെടുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു. ശ്രീധർ മഹാപ്രഭുവിൻ്റെ വളരെ പ്രിയപ്പെട്ട പാർഷദനാണ് കോലവൈച്ച ശ്രീധർ. ശ്രീധറിനെ കുറിച്ച് ചൈതന്യ ചരിതാമൃതത്തിൽ അദ്ദേഹം പറയുന്നില്ല. ചൈതന്യ ഭാഗവതത്തിൽ ഈ ഒരു സെക്ഷൻ വളരെ വിശാലമായിട്ട് പറയുന്നു. ചൈതന്യ മഹാപ്രഭുവും ശ്രീധരും തമ്മിലുള്ള ഒരുപാട് ലീലകളുണ്ട്. ചൈതന്യ മഹാപ്രഭു കുട്ടിയായിരുന്ന സമയത്ത്, അദ്ദേഹം സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്
എന്നും ശ്രീധരൻ്റെ അടുത്ത് പോകും. ശ്രീധരൻ്റെ അടുത്ത് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ശ്രീധർ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പഴം, അതേപോലെ വാഴയില, അതേപോലെ വാഴയുടെ നമ്മൾ അറിയാം കുടപ്പൻ എന്ന് പറയുന്നത്, അതേപോലെ പിണ്ടി, വാഴയുടെ പിണ്ടി, ഇതെല്ലാം വിൽക്കുന്നു അദ്ദേഹം വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള വരുമാനത്തിൽ നിന്ന് അങ്ങനെയായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. ശ്രീധരാണെങ്കിൽ ഇതെല്ലാം വിൽക്കുന്നത് ഏറ്റവും കുറഞ്ഞ പൈസയിലായിരുന്നു. അതായത് ചൈതന്യ ഭാഗവതം പറയുന്നു, 1 പൈസയ്ക്കൊക്കെ ആയിരുന്നു കൊടുക്കുന്നുണ്ടായിരുന്നത്, ഇലയാണെങ്കിലും പഴമാണെങ്കിലും ഒക്കെ. അത്രയും വളരെ ചീപ്പായിട്ട് മാർക്കറ്റിൽ ആളുകൾ കൊടുക്കുന്നതിനേക്കാൾ ഒരുപാട് കുറവ് പൈസയ്ക്കായിരുന്നു അദ്ദേഹം കൊടുത്തിരുന്നത്. കാര്യം ശ്രീധർ ഒരു ഭക്തനായതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ജീവിക്കാനുള്ള ആ ഒരു മിനിമം പൈസ അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. മാത്രമല്ല ഈ വരുമാനത്തിൽ നിന്ന് കിട്ടുന്ന വളരെ തുച്ഛമായിട്ടുള്ള വരുമാനം അദ്ദേഹത്തിന് കിട്ടുന്നുള്ളൂ, അതിൻ്റെ 50% അദ്ദേഹം ഗംഗാ പൂജയ്ക്ക് എടുക്കുമായിരുന്നു. മായപ്പൂർ, ഇതെല്ലാം നടക്കുന്നത് മായപ്പൂർ നവദ്വീപിലാണ്. അവിടെ ഗംഗാജിയാണുള്ളത്. അപ്പോൾ ഗംഗാ നദിയിൽ പോയി അദ്ദേഹം ഗംഗാ പൂജ ചെയ്യും എല്ലാ ദിവസവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാമഗ്രികൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ 50%, അദ്ദേഹത്തിന് കിട്ടുന്ന 50% കിട്ടുന്നതിൽ എത്രയാണോ അതിൻ്റെ 50% അദ്ദേഹം ഗംഗാ പൂജയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമായിരുന്നു. എന്നിട്ട് ബാക്കിയുള്ള 50% പ്രോഫിറ്റ് ആണ് അദ്ദേഹത്തിൻ്റെ നിത്യ ചെലവിന് വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്നത്. അതും വളരെ കുറച്ചാണ്. എന്നാൽ ചൈതന്യ മഹാപ്രഭു എല്ലാ ദിവസവും ശ്രീധരനെ കാണാൻ പോകും. ചൈതന്യ മഹാപ്രഭു അന്ന് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കുറുമ്പും കുസൃതിയും ശ്രീകൃഷ്ണ ഭഗവാനും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെയായിരുന്നു ചൈതന്യ മഹാപ്രഭുവിന്. ഇതെല്ലാം കൂടുതലും ചൈതന്യ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഒരുപാട് കുസൃതി നിറഞ്ഞ ഒരുപാട് ലീലകൾ. അപ്പോൾ എന്നും മഹാപ്രഭു ശ്രീധരനെ കാണാൻ പോകും. അപ്പോൾ ശ്രീധരൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ മഹാപ്രഭു ശ്രീധരനെ ചൊടിപ്പിക്കും എല്ലാ സമയത്തും. അതായത് ശ്രീധരനോട് പറയും, എനിക്ക് പഴം വേണം, ഇല വേണം, ഇത് വേണം, അത് വേണം എന്നൊക്കെ പറയും. എല്ലാത്തിനെയും പൈസ ചോദിക്കുമ്പോൾ ശ്രീധർ വളരെ വിനയത്തോടു കൂടി പറയും, ഇതിന് ഒരു അണയാണ് പൈസ, ഒരു വിലയുള്ളൂ, 1 അണയാണ് ഇതിൻ്റെ വില, അത്ര വളരെ ചുരുക്കം, വളരെ ചെറിയ പൈസയാണുള്ളൂ. മഹാപ്രഭു അന്ന് നിമായി എന്നായിരുന്നു പേര്. നിമായി പറയും, ശ്രീധർ, നിങ്ങളെപ്പോലെ ഒരു സ്വാർത്ഥതയുള്ള വേറെ ആൾ ഇവിടെ ഇല്ല. നിങ്ങളാണ് ഏറ്റവും വലിയ സ്വാർത്ഥതയുള്ള ആൾ. നിങ്ങൾ ഇത്രയും വിലയ്ക്കാണോ വിൽക്കുന്നത്? അപ്പുറത്തെ ആൾ അവിടെ പോയി കഴിഞ്ഞാൽ ഇതിനും പകുതി വിലയ്ക്ക് കിട്ടുമല്ലോ. നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? നിങ്ങളാൾ ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളിങ്ങനെ ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. പുറമേ കാണുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, കീറിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് നടക്കുന്നു. പക്ഷേ നിങ്ങളാൾ ഒരുപാട് പൈസ സമ്പാദിക്കുന്നുണ്ട്. ഇത് അനധികൃതമായിട്ടുള്ള കാര്യമാണ്. ഇത്രയും കൂടുതൽ പൈസയ്ക്ക് വിൽക്കാൻ പാടില്ല. ശ്രീധർ വളരെ വിനയത്തോടു കൂടി പറയുന്നുണ്ട്, നിമായോട് പറയുന്നുണ്ട്, ബ്രാഹ്മണനാണ് മഹാപ്രഭു, ബ്രാഹ്മണ കുടുംബത്തിലായതുകൊണ്ട് വിളിക്കും, ഓ ബ്രാഹ്മണ, ഒരിക്കലും അങ്ങനെ പറയരുത്. ഞാൻ ഇത്രയും കുറച്ച് പൈസക്കാണ് കൊടുക്കുന്നത്. അപ്പുറത്തും ഒക്കെ പോയി ചോദിച്ചു നോക്കൂ, അവരെ എത്രയോ കൂടുതലാണ് അവർ വാങ്ങിക്കുന്നത്. ഞാൻ പൈസ ആഗ്രഹിച്ചിട്ടല്ല, എനിക്ക് ഗംഗാ പൂജ ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെങ്കിലും ഞാൻ ചെയ്യുന്നത്. ഏറ്റവും കുറവ് പൈസയ്ക്ക് ഞാൻ വിൽക്കുന്നത്. ഇങ്ങനെ പറയരുത്. ഞാൻ ഇനി എന്താണ് ചെയ്യുക? മഹാപ്രഭു നിമായി പറയും, ഒരു കാരണവശാലും എന്നോട് നിങ്ങൾ കള്ളമൊന്നും പറയണ്ട. ഒരു ദിവസം ഞാൻ നിൻ്റെ കള്ളത്തരം പുറത്തു കൊണ്ടുവരും. നിമായി ശ്രീധരനോട് പറയുന്നു, ഒരു ദിവസം നിങ്ങളുടെ കള്ളത്തരം ഞാൻ പുറത്ത് കൊണ്ടുവരും. ഇത്രയും ലാഭം ഉണ്ടാക്കുന്നുണ്ട്. ശ്രീധര പറയും, ഇനി എങ്ങനെ പറഞ്ഞാലാണ് നിമായി പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കും? ഇത് എല്ലാ ദിവസവും ഇതാണ് കാര്യം. ഇനി ചില ദിവസങ്ങളിൽ വന്നിട്ട് പറയും ഇതേപോലെ വാക്ക് തർക്കം, അവർ തമ്മിൽ സംസാരം ഉണ്ടാവും. ശ്രീധര തല്ലൂടാൻ പോവില്ല, നിമായി തല്ലൂടുന്നു. അപ്പോൾ അവസാനം ശ്രീധര പറയും, എന്നാൽ ശരി, എനിക്കൊന്നും തരണ്ട, ഇത് കൊണ്ടക്കോളൂ, ഒരു പൈസയും വേണ്ട, കൊണ്ടക്കോളൂ എന്ന് പറയും. ആ സമയത്ത് മഹാപ്രഭു പറയും, അങ്ങനെ എനിക്ക് നിങ്ങളുടെ ഫ്രീ ആയിട്ടുള്ള സാധനമൊന്നും വേണ്ട, ഞാൻ പൈസ തന്നിട്ടേ വാങ്ങുള്ളൂ. പക്ഷേ ഇത് ശരിയല്ല, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, ഇത്രയും ലാഭം ഉണ്ടാക്കുന്നുണ്ട്, പറ്റിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ശ്രീധർ വിചാരിക്കും, എന്താ ചെയ്യുക, ഈ ബ്രാഹ്മണൻ കുട്ടി ഈ കുട്ടിയെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കും? അവസാനം ശ്രീധർ ഒന്നും മിണ്ടാതിരിക്കും. പിന്നെ പറയും,
കഴിഞ്ഞ ദിവസം നിങ്ങൾ പറഞ്ഞു ഗംഗാപൂജയാണ് ഗംഗാപൂജയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എടുക്കുന്നതെന്ന് പറഞ്ഞു. ഗംഗാപൂജ നിങ്ങൾ എന്തിനാണ് ചെയ്യുന്നത്? ഗംഗാപൂജ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? അതിന് പകരം എന്നെ പൂജിച്ചാൽ പോരെ? ചൈതന്യ മഹാപ്രഭു എന്നെ പൂജിച്ചാൽ പോരെ? കാര്യം എൻ്റെ കാൽ കഴുകിക്കൊണ്ടാണ് ഗംഗ ഉണ്ടായിട്ടുള്ളത്. അത് നിങ്ങൾക്കറിയോ? ശ്രീധർ ആ സമയത്ത് കൃഷ്ണ കൃഷ്ണ, ഓ ഈ കുട്ടി, ബ്രാഹ്മൺ കുട്ടി എന്താണ് പറയുന്നത്, എന്ത് കാര്യം ശ്രീധരന് അറിയില്ല ഇത് ഭഗവാനാണ്, ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് എന്നുള്ളത്. ശ്രീധരൻ പറയും, ഈ കുട്ടി പറയുന്ന അപരാധം ഭഗവാനെ പൊറുക്കണമേ. മഹാപ്രഭു പറയുന്നത് സത്യമാണ്, നിമായി പറയുന്നത് സത്യമാണ്. അദ്ദേഹത്തിൻ്റെ അവതാരമായിട്ടുള്ള വാമനദേവൻ്റെ കാലുകൾ കഴുകിയിട്ടാണ് ഗംഗ വരുന്നത് ഭൂമിയിലേക്ക്, അല്ലേ? അപ്പോൾ അദ്ദേഹം പറയുന്നത് സത്യമാണ്. അപ്പോൾ ശ്രീധർ പറയും, ഓ ഇങ്ങനെ പറയരുത് നിമായി, അപരാധം പറയരുത് എന്നൊക്കെ പറയും. എന്നിട്ടാണ് ഒരു ദിവസം പറയുന്നത്, നിങ്ങളുടെ ഈ കള്ളത്തരം ഞാൻ ഒരു ദിവസം പുറത്ത് കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞ് ഇത് എല്ലാ ദിവസവും ഇങ്ങനെ സംസാരം ഉണ്ടാവും. എന്തൊക്കെയാണെങ്കിലും ശ്രീധർ ഇതെല്ലാം വളരെയധികം എൻജോയ് ചെയ്തിരുന്നു. കാര്യം നിമായി വന്ന് ഇങ്ങനെ തല്ലുകൂടുന്നതൊക്കെ ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്. കാര്യം നിമായെ കാണാൻ ഒരുപാട് ഭംഗിയായിരുന്നു. ചൈതന്യ മഹാപ്രഭു കുട്ടിക്കാലത്ത്, വലുതായിട്ടും കുട്ടിക്കാലത്തും ഒക്കെ എപ്പോഴും മഹാപ്രഭുവിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ നമുക്ക് വർണ്ണിക്കാൻ സാധിക്കില്ല, അത്രമാത്രം. അദ്ദേഹം ഭഗവാൻ കൃഷ്ണനെ എല്ലാവരും ആകർഷിക്കുന്ന പോലെ ഈ മഹാപ്രഭു അങ്ങനെയായിരുന്നു. അദ്ദേഹം സുവർണ്ണ നിറമായിരുന്നു അദ്ദേഹത്തിൻ്റെ. പിന്നെ കുട്ടിക്കാലത്ത് മുടിയെല്ലാം ഇത്രയും ഉണ്ടായിരുന്നു. ഒരുപാട് അട്രാക്ഷൻ ആയിരുന്നു അദ്ദേഹത്തിന് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സലിയും. കാര്യം ഭഗവാനാണല്ലോ. ശ്രീധരന് എന്തൊക്കെയാണെങ്കിലും തല്ലൂടാൻ വേണ്ടിയിട്ടാണ് നിമായി വരുന്നതെന്നുണ്ടെങ്കിലും നിമായെ കാണുന്നത് ഒരുപാട് സന്തോഷമാണ്. എല്ലാ ദിവസവും നിമായി വരില്ലേ എന്ന് നോക്കിയിരിക്കും. കച്ചവടമൊന്നും നടക്കില്ല എന്നറിയാം അദ്ദേഹത്തിന്, പക്ഷേ എന്തോ ഇദ്ദേഹത്തെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം. അങ്ങനെ ഒരിക്കൽ എന്ത് സംഭവിക്കുന്നു? ചൈതന്യ മഹാപ്രഭു വലുതായതിനു ശേഷം അദ്ദേഹം ഈശ്വരപുരി മഹാരാജിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം ഭാവുക് നിമായി ആവുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആ കൃഷ്ണപ്രേമത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങുന്നു. അതിനു മുമ്പ് അദ്ദേഹം വലിയ സ്കോളറൊക്കെ ആയിരുന്ന വലിയ സംസ്കൃത പണ്ഡിതനെ പോലെയായിരുന്നു അവിടെ അദ്ദേഹം പെരുമാറിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് ഭക്തി എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും അദ്ദേഹം അധികം ശ്രദ്ധ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ദീക്ഷയ്ക്ക് ശേഷം ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിൻ്റെ ഭാവം മാറി. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കൃഷ്ണപ്രേമത്തിൻ്റെ ഭാവങ്ങൾ കണ്ടു തുടങ്ങി. അങ്ങനെ അദ്ദേഹം ഹരേകൃഷ്ണ മഹാമന്ത്രവും അതേപോലെ ഹരേകൃഷ്ണ കീർത്തനവും ആരംഭിച്ചു. അങ്ങനെ ശ്രീവാസ് ഠാക്കൂറിൻ്റെ വീട്ടിൽ വെച്ച് അദ്ദേഹം ഈ സങ്കീർത്തന ആന്തോളനം ആരംഭിക്കുന്നത്. ശ്രീവാസ് ഠാക്കൂറും അദ്വൈത ആചാര്യക്കും അതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം പറയാറുണ്ട് മഹാപ്രഭുവിനോട്, നീ ഈ വ്യാകരണമൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങളുടെ കൂടെ കൂടൂ. കാര്യം അദ്വൈതാചാര്യയും ശ്രീവാസ് ഠാക്കൂറും ഒക്കെ ഓൾറെഡി ആ സമയത്തും കീർത്തനവും അല്ലെങ്കിൽ നാമമൊക്കെ ജപിക്കുന്ന അവർ ശുദ്ധ ഭക്തരാണല്ലോ. അപ്പോൾ അവർ ആ ഒരു പാതയായിരുന്നു ഫോളോ ചെയ്തിരുന്നത്. എന്നാൽ ചൈതന്യ മഹാപ്രഭു നിമായി ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. നിമായി ആ സമയത്ത് സംസ്കൃത വ്യാകരണം പഠിക്കുന്നു. അതിനുവേണ്ടി ഇനി വല്ല സ്കോളേഴ്സ് വരുമ്പോൾ അവരുമായിട്ട് ഡിബേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് വാക്ക് തർക്കം അങ്ങനെയുള്ള മത്സരങ്ങളിൽ കൂടുന്നു. ഇതൊക്കെയായിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പറയാറുണ്ട് എല്ലാവരും ആ സമയത്ത് ചൈതന്യ മഹാപ്രഭു പറയും, എനിക്കതൊന്നും അറിയില്ല, നിങ്ങളെന്നെ അനുഗ്രഹിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം ഞാനും നിങ്ങളുടെ കൂടെ വരും എന്ന് പറയും. അത്ര പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറുമായിരുന്നു. അങ്ങനെ ദീക്ഷയ്ക്ക് ശേഷം പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാവമെല്ലാം മാറുന്നു. അങ്ങനെ എല്ലാവരും നോട്ടീസ് ചെയ്ത് തുടങ്ങി. മഹാപ്രഭുവിൻ്റെ സ്റ്റുഡൻസൊക്കെ പറഞ്ഞു, നിമായുടെ സ്റ്റുഡൻസ് പറഞ്ഞു, നിമായി ഇപ്പോൾ പഠിപ്പിക്കുന്നില്ല, സദാസമയം കൃഷ്ണ 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 എന്ന് മാത്രമേ പറയുന്നുള്ളൂ, ഞങ്ങൾക്ക് വ്യാകരണമൊന്നും പഠിപ്പിക്കുന്നില്ല, പകരം എല്ലാവരോടും നാമം ജപിക്കാൻ മാത്രമേ പറയുന്നുള്ളൂ, കീർത്തനം ചൊല്ലാൻ മാത്രമേ പറയുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ കംപ്ലൈൻറ്റ് ചെയ്ത് തുടങ്ങി. കുട്ടികൾ പാരൻസിൻ്റെ അടുത്ത് പോയി, മാതാപിതാക്കളുടെ അടുത്ത് പറഞ്ഞു, ഇപ്പോൾ ടീച്ചർ പഠിപ്പിക്കുന്നില്ല, ശരിക്കും ടീച്ചർ വേറെ ലോകത്താണ് എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ എല്ലാവരും ശ്രദ്ധിച്ചു തുടങ്ങി, എല്ലാവരും കംപ്ലൈൻറ്റ് പറഞ്ഞു തുടങ്ങി. നിമായി ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. നിമായി ചില സമയങ്ങളിൽ മണ്ണിൽ കിടന്ന് ഉരുളുന്നുണ്ട്, ചില സമയം മരത്തിൽ പോയി കെട്ടിപ്പിടിക്കുന്നു, ഇടയ്ക്ക് കീർത്തനമൊക്കെ ചൊല്ലി ഇങ്ങനെ നടക്കുന്നു. അദ്ദേഹത്തിൻ്റെ എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആളുകൾ കംപ്ലൈൻ്റ് ആയിട്ട് സച്ചി മാതയുടെ അടുത്ത് പറയും, അമ്മയുടെ അടുത്ത് പോയി പറയാറുണ്ട്.
നിമായിക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അച്ഛൻ മരിച്ചതിൻ്റെ ഷോക്കാണോ എന്നറിയില്ല, അതോ എന്താ അച്ഛൻ മരിച്ചതിന് ശേഷം അദ്ദേഹം ശ്രാദ്ധത്തിന് വേണ്ടിയിട്ട് ഗയയിലേക്ക് പോകുന്ന സമയത്താണ് ഈശ്വരപുരി മഹാരാജനെ കാണുന്നതും ദീക്ഷ എടുക്കുന്നതൊക്കെ. അതിനുശേഷമാണ് ഈ ചേഞ്ചസ് ഒക്കെ അദ്ദേഹത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ശശി മാധവ് വിചാരിക്കുന്നു, എന്തു പറ്റി എൻ്റെ മകന്? എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഒരുപാട് ആളുകൾ കൂടി ശശി മാധവോട് പറഞ്ഞു, ഇനി നിമായെ പുറത്ത് വിടരുത്. നിമായി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, കുട്ടികളെ പഠിപ്പിക്കുന്നില്ല നേരാവണ്ണം, അങ്ങനെ പല പ്രശ്നങ്ങളും. പിന്നെ എന്താ പറയുക, ബോധമില്ലാതെ പല കാര്യങ്ങളും ചെയ്യുന്നു. അതുകൊണ്ട് എന്തോ വായുവിൻ്റെ അസുഖം വന്നിട്ടുണ്ട്. വായുവിൻ്റെ അസുഖം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, തലയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്നാണ് പറയുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് പറയും, അമ്മയോട് പറഞ്ഞു, ശശിമാധവോട് പറഞ്ഞു, പുറത്തേക്ക് വിടരുത്, വീട്ടിൽ കെട്ടിയിട്ടോളൂ, കെട്ടിയിടേണ്ട അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. നിമായി അപ്പോൾ ചോദിക്കും അമ്മയോട്, അമ്മ എനിക്ക് ശരിക്കും എന്താണ് പ്രശ്നം, എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ, അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എനിക്ക് പ്രോബ്ലം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുള്ളത്? അമ്മ പറയും, ഇല്ല മോനെ, എനിക്ക് ഒന്നും തോന്നുന്നില്ല. അങ്ങനെ അമ്മമാർക്ക് എന്ത് തോന്നാനാണ്? അപ്പോൾ ഇതേപോലെ ചൈതന്യ മഹാപ്രഭു ഒരു ദിവസം പോയി ശ്രീവാസ് ഠാക്കൂറിൻ്റെ അടുത്ത് പോയി ചോദിക്കും. ശ്രീവാസ് ഠാക്കൂർ ആക്ച്വലി അദ്ദേഹത്തിൻ്റെ അച്ഛനെ പോലെയായിരുന്നു കണ്ടിരുന്നത്. കാര്യം പ്രായം കൊണ്ടും ഒരുപാട് മുതിർന്നതാണ്, ആ ഒരു ബഹുമാനം കൊടുത്തിരുന്നു. ശ്രീവാസ് ഠാക്കൂറിനോട് പോയി ചോദിക്കും, എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട് എന്നുള്ളത്, അതുകൊണ്ട് അങ്ങേക്ക് തോന്നുന്നുണ്ടോ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? എല്ലാവരും പറയുന്നു എന്നെ കെട്ടിയിടണം, എനിക്ക് ഭ്രാന്താണെന്ന് വരെ പറയുന്നുണ്ട്, അസുഖമാണെന്ന് പറയുന്നുണ്ട്. ശ്രീവാസ് ഠാക്കൂർ പറഞ്ഞു, ശരിയാണ്, എല്ലാവരും പറയുന്നത് സത്യമാണ്. ഇത് കേട്ടപ്പോൾ മഹാപ്രഭു എന്താണ് ഇദ്ദേഹം കൂടെ പറയുന്നുണ്ടോ അസുഖമുണ്ടെന്നാണ് ചിന്തിക്കുന്നത്. എന്നിട്ട് ശ്രീവാസ് ഠാക്കൂർ ഒരു വാക്ക് പറഞ്ഞു. ശ്രീവാസ് ഠാക്കൂർ പറഞ്ഞു, അസുഖമുണ്ട് നിനക്ക്, എന്നാൽ ആ അസുഖം എനിക്കും വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് മഹാപ്രഭുവിനെ കെട്ടിപ്പിടിക്കുന്നു. വേറെ ഒന്നുമല്ല, കൃഷ്ണപ്രേമം കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഭാവം. ശ്രീവാസ് ഠാക്കൂർ പറയുകയാണ്, അത് ഞാനും ആഗ്രഹിക്കുന്നു, നിനക്കുള്ളത് അതാണ്, അത് രോഗമല്ല, അത് പരമാനന്ദമാണ്. അതുകൊണ്ട് ഒന്നുകൊണ്ടും പേടിക്കണ്ട, ആരെന്ത് പറയുന്നതെന്നും വിചാരിക്കണ്ട, നിൻ്റെ മനസ്സിലുള്ളത് നിൻ്റെ ഉള്ളിലുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇന്നു മുതൽ ഒരുമിച്ച് കൂടാം എന്ന് പറയും. ചൈതന്യ മഹാപ്രഭു നിമായിക്ക് ഒരുപാട് സന്തോഷമായി. നിമായി പറയും, ഇന്നു മുതൽ നമ്മൾ സങ്കീർത്തനം തുടങ്ങുന്നു. എന്നിട്ട് നടക്കുന്നത് ശ്രീവാസ് ഠാക്കൂറിൻ്റെ വീട്ടിൽ, ശ്രീവാസ് ആംഗണിൽ, ശ്രീവാസ് ഠാക്കൂറിൻ്റെ വീട്ടിൽ വെച്ചാണ് എല്ലാ ദിവസവും നാമസങ്കീർത്തനം നടക്കുന്നത്. അങ്ങനെ എല്ലാ ദിവസവും കാലത്ത് നാമസങ്കീർത്തനം ചെയ്യുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ അവർ ഉച്ചയ്ക്ക് ബ്രേക്ക് എടുക്കുന്നു, പിന്നെ വീണ്ടും കീർത്തനം. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവാണ്. പിന്നെ രാത്രി വരെ കീർത്തനം ചെയ്യും, അതിനുശേഷം രാത്രി റെസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയായിരുന്നു പതിവ്. ഒരു ദിവസം ചൈതന്യ മഹാപ്രഭു നിമായി എല്ലാവരെയും വിളിക്കുന്നു. അദ്വൈതാചാര്യ, ശ്രീവാസ് ഠാക്കൂർ, ഹരിദാസ് ഠാക്കൂർ, അതേപോലെ തന്നെ മറ്റുള്ള പാർഷദരെ എല്ലാവരും, നിത്യാനന്ദ പ്രഭു, അതേപോലെ ഇവരെല്ലാവരെയും വിളിച്ച്, മുരാരി ഗുപ്ത, ഇവരെല്ലാവരും വിളിച്ച് പറയുന്നു, നമ്മൾ ഒരുപാട് സമയം പാഴാക്കുന്നുണ്ട്, സമയം വേസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ പറഞ്ഞു, ഇല്ലല്ലോ, നമ്മളെല്ലാ കാലത്തും കീർത്തനം ചെയ്യുന്നു, ഭഗവാനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, ഇത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ, നമ്മളെവിടെ സമയം പാഴാക്കുന്നത്? അപ്പോൾ നിമായി പറഞ്ഞു, മഹാപ്രഭു പറഞ്ഞു, നമ്മൾ പാഴാക്കുന്നുണ്ട്, നമ്മളെല്ലാവരും രാത്രി കിടന്ന് ഉറങ്ങുന്നുണ്ട്, ഉറങ്ങുന്ന സമയം നമ്മൾ പാഴാക്കുന്നുണ്ട്, അതുകൊണ്ട് ഇന്ന് മുതൽ രാത്രിയിൽ സങ്കീർത്തനം നമ്മൾ തുടങ്ങുന്നു. അങ്ങനെയാണ് രാത്രിയിലുള്ള സങ്കീർത്തനം തുടങ്ങുന്നത് ചൈതന്യ മഹാപ്രഭു ശ്രീവാസ് ഠാക്കൂറിൻ്റെ വീട്ടിൽ വെച്ച്. എല്ലാ ദിവസവും അവിടെയായിരുന്നു. അപ്പോൾ അവിടേക്കുള്ള എൻട്രി വളരെ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. അങ്ങനെ എല്ലാവർക്കും അങ്ങോട്ട് കയറാൻ പറ്റില്ല, അങ്ങനെയുള്ളൊരു സ്ഥലമായി. അങ്ങനെ അത്രയും റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള മഹാപ്രഭുവിൻ്റെ വളരെ അടുത്ത പാർഷദർക്ക് മാത്രമേ എൻട്രി ഉള്ളൂ. അങ്ങനെ ലീലകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും നടക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്, നമുക്ക് സമയമില്ല. ഒരു ദിവസം ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിൻ്റെ മഹാപ്രകാശ ലീല എന്ന് പറയുന്നു, 21 മണിക്കൂർ അദ്ദേഹം ഭഗവാൻ കാര്യം ചൈതന്യ മഹാപ്രഭു ഭക്തരൂപത്തിലാണ് വന്നിട്ടുള്ളത് അവതാരം. ഭഗവാൻ എന്ന് പറയുന്ന ഭാവം അദ്ദേഹത്തിൻ്റെ അകത്തില്ല. എന്നാൽ ഈ 21 മണിക്കൂർ മഹാപ്രകാശ ലീല എന്ന് പറയും അതിന്. ആ 21 മണിക്കൂർ ഭഗവാന്റെ ഭാവങ്ങൾ കാണിക്കുമായിരുന്നു ചൈതന്യ മഹാപ്രഭു. അതായത് അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ആദ്യം തന്നെ ശ്രീവാസ് ഠാക്കൂറിൻ്റെ വീട്ടിലുള്ള അമ്പലത്തിൽ അകത്തുള്ള ഭഗവാൻ വിഷ്ണുവിനെ വെച്ചിട്ടുള്ള ഓൾട്ടറിനകത്ത് കയറിയിരിക്കുന്നു.
ചൈതന്യ മഹാപ്രഭു കയറിയിരിക്കുന്നു. എന്നിട്ട് എല്ലാവരോടും പറയുന്നു, എന്നെ അഭിഷേകം ചെയ്യൂ എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ തുടങ്ങുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ കൂടുന്നു, ഗംഗാജലം കൊണ്ടുവരുന്നു, പാല് കൊണ്ടുവരുന്നു, അങ്ങനെ അഭിഷേകം ചെയ്യുന്നു. ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് അത് മഹാപ്രകാശ് ലീല ആക്ച്വലി 2-3 ക്ലാസ്സുകളായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു സെക്ഷനാണ്. ഒരുപാട് ഡിസ്ക്രിപ്ഷനുണ്ട്. ഇതെല്ലാം പറയുന്നത് ചൈതന്യ ഭാഗവതത്തിലാണ്, ചൈതന്യ ചരിതാമൃതത്തിൽ ഇത് പറയുന്നില്ല. അങ്ങനെ ചൈതന്യ മഹാപ്രഭു വന്ന് മഹാപ്രകാശ് ലീല നടക്കുന്ന സമയത്ത് ഒരുപാട് ഭക്തരുണ്ട് അവിടെ, അതായത് ക്ലോസ് ആയിട്ടുള്ള ഭക്തർ. ആദ്യം അദ്വൈതാചാര്യ വിളിക്കുന്നു. അദ്വൈതാചാര്യോട് പറയുന്നു, അദ്വൈതാചാര്യോട് പറയുന്നു, കൃഷ്ണൻ്റെ രൂപം കാണിച്ചു കൊടുക്കുന്നു, അദ്ദേഹത്തിൻ്റെ സ്വരൂപം കാണിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഓരോ ഡിവോട്ടീസിനെ വിളിക്കുന്നു, നിത്യാനന്ദ പ്രഭുവിനെ വിളിക്കുന്നു, അതേപോലെ ശ്രീവാസ് ഠാക്കൂറിനെ വിളിക്കുന്നുണ്ട്. എല്ലാവരുമായിട്ട് അദ്ദേഹം റെസിപ്രൊക്കേറ്റ് ചെയ്യുന്നു. അവർക്ക് ഇഷ്ടമുള്ള ദേവൻ്റെ രൂപം കാണിച്ചു കൊടുക്കുന്നു. കാര്യം ചൈതന്യ മഹാപ്രഭു ഭഗവാൻ കൃഷ്ണനാണ്, അദ്ദേഹത്തിന് ഏത് അവതാരവും കാണിച്ചു കൊടുക്കാൻ സാധിക്കും. അങ്ങനെ മുരാരി ഗുപ്തയ്ക്ക് ശ്രീരാമൻ്റെ രൂപം കാണിച്ചു കൊടുക്കുന്നു. ശ്രീവാസ് ഠാക്കൂറിന് വിഷ്ണുവിൻ്റെ രൂപം കാണിച്ചു കൊടുക്കുന്നു. കാര്യം ശ്രീവാസ് ഠാക്കൂർ ശ്രീ വിഷ്ണുവിനെയായിരുന്നു ആരാധിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഓരോ ഭക്തരെ വിളിച്ച് മഹാപ്രഭു അനുഗ്രഹം കൊടുക്കുകയാണ്. അവർക്ക് ഇഷ്ടമുള്ള ദേവൻ്റെ രൂപം കാണിച്ചു കൊടുക്കുന്നു. മഹാപ്രഭു ആ രൂപത്തിലേക്ക് മാറുന്നു, ആ സ്വരൂപം കാണിച്ചു കൊടുക്കുന്നു, കൂട്ടത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. എന്തവർ ചോദിക്കുന്നു, അല്ലെങ്കിൽ അവർ ചോദിച്ചില്ലെങ്കിലും അങ്ങനെ അനുഗ്രഹിക്കുന്നു. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ ഭക്തരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈതന്യ മഹാപ്രഭു. അത് കഴിഞ്ഞ് ഇങ്ങനെ കുറേ പേരെ വിളിച്ചതിന് ശേഷം അവസാനം ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ശ്രീധരനെ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. ശ്രീധരനെ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. ആളുകൾക്ക് മനസ്സിലായില്ല, ഇതാരാണ് ശ്രീധർ, ആർക്കും അറിയില്ല. ചൈതന്യ മഹാപ്രഭു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ്, ആരാണ് ശ്രീധർ. കൂട്ടത്തിൽ ശ്രീധർ എന്ന് പറഞ്ഞ ഒരാളില്ല. ചൈതന്യ മഹാപ്രഭു പറയും, ഗംഗ ക്രോസ് ചെയ്ത് പോയതിന് ശേഷം നിങ്ങൾ ഒരു 7 കിലോമീറ്ററോളം അകത്തോട്ട് നടന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ നാമം ജപിക്കുന്ന ശബ്ദം കേൾക്കാം. അങ്ങനെ അത് നോക്കി നിങ്ങൾ പോയിട്ട് ആ വീട്ടിലേക്ക് പോയി അവിടെ ശ്രീധർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അയാളെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. ശരി, മഹാപ്രഭുവിനെ ശരി എന്ന് പറഞ്ഞ് കുറച്ച് പേര് ശ്രീധരനെ തപ്പാൻ പോകുന്നു. അങ്ങനെ മഹാപ്രഭു പറഞ്ഞ പോലെ ഗംഗ ക്രോസ് ചെയ്ത് പോയി അവർ 7 കിലോമീറ്ററോളം അകത്ത് നടന്ന് നോക്കുവാണ് ശ്രീധരൻ. രാത്രിയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. രാത്രി എവിടെ പോകുന്നു, ആരോട് ചോദിക്കുന്നു, ആരോടും ചോദിക്കാൻ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയമാണ്. എന്നാൽ ഇവർ കുറേ നടന്നതിന് ശേഷം അവസാനം അവർ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ നാമം കേൾക്കുന്നുണ്ട്. ആ നാമത്തിൻ്റെ ദിശയിലേക്ക് അവർ പോയി. അങ്ങനെ ഒരു കുടിലെത്തിയപ്പോൾ അവിടെ ഈ കുടിലിൽ പകുതി റൂഫൊന്നുമില്ല, നിറച്ച ഓട്ടകളാണ്. അകത്ത് നോക്കുമ്പോൾ ഒരാളിരുന്ന് നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഉടനെ തന്നെ അകത്ത് കയറി ചോദിച്ചു, നിങ്ങളാണോ ശ്രീധർ? അപ്പോൾ ശ്രീധർ പേടിച്ചു പറഞ്ഞു, അതെ ഞാനാണ് എന്ന് പറഞ്ഞു. മഹാപ്രഭു വിളിക്കുന്നുണ്ട്, നിമായി വിളിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ല. ഇദ്ദേഹം അപ്പോൾ ഇത് കേട്ടതിൻ്റെ സന്തോഷം കൊണ്ടും ആ ഒരു എക്സൈറ്റ്മെൻറ്റും കൊണ്ടും അദ്ദേഹത്തിൻ്റെ ബോധം പോയി, ശ്രീധരൻ്റെ ബോധം പോയപ്പോൾ ഇവർ കൂടെ കൊണ്ടുപോകാൻ വന്ന എല്ലാവരും പറഞ്ഞു, പിടിച്ചോളൂ എടുത്തോളൂ. എന്നിട്ട് എല്ലാവരും കൂടെ ശ്രീധരനെ എടുത്ത് കൊണ്ടുവന്നു. ശ്രീധരൻ്റെ ബോധം പോയി. ചൈതന്യ മഹാപ്രഭു വിളിക്കുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മഹാപ്രകാശ് ലീല നടക്കുന്ന സമയത്ത് അങ്ങനെ ശ്രീവാസ് ഠാക്കൂറിൻ്റെ വീട്ടിലേക്ക് ശ്രീധരനെ കൊണ്ടുവന്നു. ശ്രീധരനെ മഹാപ്രഭുവിൻ്റെ മുമ്പിൽ നിർത്തി. ആ സമയത്ത് ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന് ബോധം വന്നതിന് ശേഷം ചൈതന്യ മഹാപ്രഭുവിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ശ്രീധർ ഒന്നും പറയാൻ പറ്റാതെ അദ്ദേഹത്തിന് ചൈതന്യ മഹാപ്രഭുവിനെ കണ്ട്, കാര്യം നിമായി കുട്ടിക്കാലത്ത് എപ്പോഴും കാണാറുള്ളതാണ്, പക്ഷെ അതേ വ്യക്തിയെ തന്നെ, അതേ ആളെ തന്നെ കാണുവാണ് ഇപ്പോൾ. എന്നിട്ട് ശ്രീധരനോട് ചോദിക്കും, നിനക്ക് അറിയൂ ഞാൻ ആരാണെന്ന് ചോദിക്കും മഹാപ്രഭു. ശ്രീധർ പറഞ്ഞു, എനിക്കറിയാം, എല്ലാ ദിവസവും എൻ്റെ കൂടെ വന്ന് തല്ലുവിടാറുള്ളതല്ലേ. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പഴം വാങ്ങിക്കാനും ഇല വാങ്ങിക്കാനും ഒക്കെ വരാറുണ്ട്, എനിക്കറിയാം എന്ന് പറഞ്ഞു. എന്നാൽ നിനക്ക് ശരിക്കും എന്നെ അറിയില്ല, ഞാനിപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് ശ്രീധരനോട് പറഞ്ഞു. ശ്രീധരന് ആക്ച്വലി മഹാപ്രഭു കാണിക്കുന്നു, ഭഗവാന്റെ സ്വരൂപം കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ശ്രീധരനോട് പറയുന്നു, നീ കൃഷ്ണൻ്റെ രൂപമാണ് കാണിക്കുന്നത്. കാര്യം ശ്രീധർ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം കൃഷ്ണലീലയിൽ ഭഗവാന്റെ ഒരു പാർഷദനായിരുന്നു, ഭഗവാന്റെ ഒരു സുഹൃത്തായിരുന്നു. ആക്ച്വലി സഖ്യലീലയിലുള്ള ഒരു സുഹൃത്താണ് ആക്ച്വലി. അപ്പോൾ ശ്രീധരൻ്റെ സ്വരൂപം എന്താണോ, അത് നിത്യസ്വരൂപം എന്താണോ അതനുസരിച്ചിട്ടുള്ള രൂപമാണ് മഹാപ്രഭു കാണിക്കുന്നത്. അതും കൂടെ കണ്ടപ്പോൾ ശ്രീധരൻ്റെ ബോധം വീണ്ടും പോയി.
ചൈതന്യ മഹാപ്രഭുവിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് കൃഷ്ണ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ചൈതന്യ മഹാപ്രഭു എഴുന്നേൽപ്പിച്ച് നിർത്തി ശ്രീധരനെ അടുത്തിരുത്തിയിട്ട് പറഞ്ഞു, നിനക്ക് എന്ത് അനുഗ്രഹമാണ് വേണ്ടത്, പറയൂ, ചോദിക്കൂ. ഇന്ദ്രനാവണോ, ഇന്ദ്രൻ്റെ സ്ഥാനമാണോ, ഞാൻ തരാം. ശ്രീധരൻ പറഞ്ഞു, ഇന്ദ്രൻ്റെ സ്ഥാനം കിട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്, ഇനി വേറെന്താണ്, നിനക്ക് എന്താണ് വേണത്, ഈ രാജ്യത്തിൻ്റെ മുഴുവൻ രാജാവാണോ നിനക്ക്, ഞാനാക്കാം. ശ്രീധരൻ പറഞ്ഞു, എനിക്ക് വേണ്ട, എനിക്കിതൊന്നും വേണ്ട. അങ്ങനെ ചൈതന്യ മഹാപ്രഭു ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്ത് വേണം നിനക്ക്, എന്ത് വേണം, ചോദിക്കൂ, നീ എന്ത് ചോദിച്ചാലും ഞാൻ തരാൻ തയ്യാറാണ്, ആ അനുഗ്രഹം ഞാൻ നിനക്ക് തരാൻ തയ്യാറാണ്, ഇപ്പോൾ നീ പറഞ്ഞാൽ മാത്രം മതി എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രീധരൻ എന്ത് പറഞ്ഞാലും പറഞ്ഞു, എനിക്കൊന്നും വേണ്ട ചൈതന്യ ഒന്നും വേണ്ട മഹാപ്രഭു, എനിക്കൊന്നും വേണ്ട, ഓ ഭഗവാനെ എനിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചൈതന്യ മഹാപ്രഭു അവസാനം പറയും, അങ്ങനെ വിട്ടാൽ ശരിയാവില്ല, നിനക്ക് എന്തെങ്കിലും തന്നേ പറ്റൂ, അതുകൊണ്ട് നീ എന്തെങ്കിലും ചോദിക്കണം എന്ന് പറയും. അവസാനം ശ്രീധർ എന്ത് ചോദിക്കണം എന്ന് അദ്ദേഹത്തിനൊന്നും ആഗ്രഹമില്ല, ഭൗതികമായിട്ടുള്ള ഒന്നും അദ്ദേഹത്തിന് ആഗ്രഹമില്ല. അദ്ദേഹം പരിശുദ്ധ ഭക്തനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ ചുരുക്കം വരുമാനത്തിൽ തന്നെ അദ്ദേഹം ജീവിച്ചിരുന്നു. അദ്ദേഹം ഭഗവാന്റെ ഭക്തനായിരുന്നു, നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു, ശുദ്ധ ഭക്തനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഒന്നും ആഗ്രഹമില്ല. ശ്രീധരന് അത്രയും പാവപ്പെട്ട ദരിദ്രനായിട്ട് ജീവിക്കുകയാണ്, പക്ഷേ അദ്ദേഹത്തിന് ഒരു ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളും ഇല്ല. ഇതാണ് ചൈതന്യ മഹാപ്രഭുവിനെ ആകർഷിപ്പിക്കുന്നത്. അങ്ങനെ മഹാപ്രഭു അവസാനം ചൈതന്യ മഹാപ്രഭു വിടുന്നില്ല, എന്തെങ്കിലും നീ ചോദിച്ചേ പറ്റൂ, എന്തെങ്കിലും വരം നീ ചോദിച്ചേ പറ്റൂ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അവസാനം ശ്രീധർ പറയുന്നു, എനിക്ക് അങ്ങനെയാണെങ്കിൽ ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. അപ്പോൾ മഹാപ്രഭു പറഞ്ഞു, അത് ചോദിക്കൂ, പറയൂ, ഞാനത് നടത്തി തരാം. ശ്രീധർ പറഞ്ഞു, ജന്മജന്മാന്തരങ്ങൾ എനിക്ക് മുക്തിയും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ വീണ്ടും വീണ്ടും ജനിക്കാൻ തയ്യാറാണ്, എനിക്ക് ജനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നവദ്വീപിൽ. എന്നിട്ട് ഇതേപോലെ തന്നെ ശ്രീധരായിട്ട് ഞാനും അതേപോലെ തന്നെ നിമായായിട്ട് എന്നും അങ്ങും എൻ്റെ അടുത്ത് വന്ന് ഇല വാങ്ങാനും പഴം വാങ്ങാനും വരുമ്പോൾ വാക്ക് തർക്കങ്ങൾ ചെയ്യുവാൻ വേണ്ടി, എന്നെ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ കൂടെ വഴക്ക് കൂടാൻ വേണ്ടിയിട്ട്, ആ ലീലകൾ ഇനി ജന്മജന്മാന്തരങ്ങളിൽ നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് എൻ്റെ ആഗ്രഹം. ശ്രീധർ ചോദിക്കുന്നത് ആഗ്രഹം നോക്കൂ. അതായത് ചെറുപ്പത്തിൽ നടന്നുകൊണ്ടിരുന്ന മഹാപ്രഭു കുട്ടിയായിരുന്നപ്പോൾ എന്തായിരുന്നു ചെയ്തിരുന്നത്, അതേ ലീല വീണ്ടും നടക്കാൻ വേണ്ടി ശ്രീധരൻ പറയുന്നു. ഇതേപോലെ തന്നെ ശ്രീധരായിട്ട് തന്നെ ഒരു ദരിദ്രനായിട്ട് തന്നെ, ഇതേപോലെ വാഴയില വിൽക്കുന്ന ശ്രീധരനായിട്ട് തന്നെ ഞാനും അതേപോലെ അങ്ങ് ആ ബ്രാഹ്മണൻ കുട്ടിയായി വന്ന് എൻ്റെ കൂടെ വാക്ക് തർക്കങ്ങൾ ചെയ്യുവാനും ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് അദ്ദേഹത്തിന് വിഷമമായി കരച്ചിൽ വരുന്നു. വിഷമം എന്ന് പറഞ്ഞാൽ സന്തോഷം കൊണ്ട് ശ്രീധരൻ്റെ ആ ഒരു സിൻസിയറിറ്റി കണ്ട് കെട്ടിപ്പിടിക്കുന്നു. ശ്രീധരനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, ഇതേപോലെ ഒരു ഭക്തനെ കണ്ടിട്ടില്ല. മഹാപ്രഭു ആലിംഗനം ചെയ്തുകൊണ്ട് എല്ലാവരെയും വിളിച്ചു പറയുന്നു, അദ്വൈതാചാര്യ, ശ്രീവാസ് ഠാക്കൂർ, ഹരിദാസ് ഠാക്കൂർ, നിത്യാനന്ദ പ്രഭു, നിങ്ങൾക്ക് അറിയോ ശ്രീധരനെ പോലെ വേറെ ആരെങ്കിലും ഉണ്ടോ, ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ ശ്രീധരനെ പോലെ പരിശുദ്ധ ഭക്തൻ എന്ന് പറഞ്ഞ് മഹാപ്രഭു വീണ്ടും വീണ്ടും ആലിംഗനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ശ്രീധരനോട് പറഞ്ഞു, ഇപ്പോൾ ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ പറയുന്ന പോലെ ശ്രീധരൻ്റെ പാത്രത്തിൽ നിന്ന്, വീട്ടിലുള്ള ഒരു തുരുമ്പ് വന്നിട്ടുള്ള ഒരു പാത്രത്തിൽ നിന്ന് വെള്ളം കുടിച്ചു എന്നാണ് പറയുന്നത് ആക്ച്വലി, അല്ലേ? ഇത് പിന്നീട് ഈ ഒരു മഹാപ്രകാശ് ലീല കഴിഞ്ഞതിന് ശേഷം നടക്കുന്നൊരു സെക്ഷനാണ്. ഇവർ നഗര സങ്കീർത്തനം തുടങ്ങുന്ന സമയത്ത് ചാന്ദ് കാസി എന്ന് പറയുന്ന അവിടുത്തെ മുസ്ലിം റൂളർ വന്ന് ആകെ പ്രശ്നങ്ങളുണ്ടാക്കുന്നു, ഇവർ സങ്കീർത്തനത്തെ മുടക്കുന്നു. ആ സമയത്ത് ഇവർ സങ്കീർത്തന ആന്തോളനം, അല്ലെങ്കിൽ അദ്ദേഹം ഇതിനെ എഗൻസ്റ്റ് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൈതന്യ മഹാപ്രഭുവും പാർഷദരും കൂടെ ചാന്ദ്കാസിയുടെ വീട്ടിലേക്ക് പോകുന്നു. ഇത് വേറെ ലീലയാണ്, നമ്മൾ അവിടേക്ക് പോകുന്നില്ല. അതിനുശേഷം ചാന്ദ്കാസിയെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കും. അതിനുശേഷം ചാന്ദ്കാസി ചൈതന്യ മഹാപ്രഭുവിനും ഇവർക്കൊക്കെ സമ്മതം കൊടുക്കും കീർത്തനം ചെയ്യുവാൻ വേണ്ടി, ഇനി ഞാൻ ശല്യം ചെയ്യില്ല എന്ന് പറഞ്ഞ് ഉറപ്പും കൊടുക്കും. അതിനുശേഷം തിരിച്ചു വരുന്ന സമയത്ത് ശ്രീധരൻ്റെ വീട്ടിൽ നിർത്തി നിൽക്കുന്നു. അവിടെ വെച്ചാണ് ഈ വെള്ളം കുടിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ശ്രീധരൻ്റെ ആ അതേ തുരുമ്പ് വന്നിട്ട് ആകെ ഒരു പാത്രമുള്ളൂ അവിടെ. ഈ ഒരു പാത്രത്തിലാണ് അദ്ദേഹം വെള്ളം കുടിക്കുന്നതും ഇതിൽ നിന്നാണ് കുളിക്കാൻ പോകുന്നതും ബാത്റൂമിൽ പോകുന്നതും എല്ലാം ഈ ഒരു പാത്രമാണ്. ഈ ഇരുമ്പിൻ്റെ തുരുമ്പ് വന്നിട്ടുള്ള ഓട്ടയുള്ള പാത്രം. അതേ പാത്രത്തിൽ നിന്ന് തന്നെ ചൈതന്യ മഹാപ്രഭു ചാന്ദ്കാസിയുടെ അവിടെ നിന്ന് വരുന്ന സമയത്ത് ശ്രീധരൻ്റെ വീട്ടിൽ പോയി. ശ്രീധര ആകെ സർപ്രൈസ് ആയിപ്പോയി. ചൈതന്യ മഹാപ്രഭുവിനെ പ്രതീക്ഷിക്കുന്നില്ല. ചൈതന്യ മഹാപ്രഭു തനിയല്ല, കൂടെ കുറേ പേരുമുണ്ട്. എല്ലാവരും കൂടെ വന്ന്
മഹാപ്രഭു ഉടനെ തന്നെ ശ്രീധർ എനിക്ക് ദാഹിച്ചിട്ട് വയ്യ എന്ന് പറഞ്ഞിട്ട് ഈ വെള്ളം, ഇതിലുള്ള വെള്ളം എടുത്ത് കുടിക്കുന്നു. ശ്രീധർ വന്ന് കാല് പിടിച്ച് പറയുന്നുണ്ട് ചൈതന്യ മഹാപ്രഭുവിനടുത്ത്, മഹാപ്രഭു ചെയ്യരുത്, ഇത് വളരെ മോശമായിട്ടുള്ളൊരു പാത്രമാണ്, എനിക്കിവിടെ ഇത് മാത്രമേ ഉള്ളൂ, ഇതിൽ നിന്ന് മാത്രം ഇത് ഞാൻ എല്ലാത്തിനും ഉപയോഗിക്കുന്ന പാത്രമാണ്, ദയവ് ചെയ്ത് അങ്ങ് ഇത് ഉപയോഗിക്കരുത്, അങ്ങേക്ക് ഉപയോഗിക്കാൻ കൊള്ളുന്ന ഒരു ക്വാളിറ്റിയുള്ള സാധനമല്ല, ദയവ് ചെയ്ത് ചെയ്യരുത് എന്ന് പറയുന്ന കാല് പിടിക്കുന്നുണ്ട്. ചൈതന്യ മഹാപ്രഭു ശ്രീധരനോട് പറഞ്ഞു, എനിക്ക് ഇതിൽ നിന്നുള്ള വെള്ളം മാത്രമേ കുടിക്കാൻ ആഗ്രഹമുള്ളൂ, എനിക്ക് വേണമെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ പോയി കുടിക്കാമായിരുന്നല്ലോ, എന്തുകൊണ്ട് നിൻ്റെ അടുത്ത് വന്നു, അതുകൊണ്ട് എനിക്ക് ഇതിൽ നിന്ന് തന്നെ കുടിക്കണം എന്ന് പറഞ്ഞ് ചൈതന്യ മഹാപ്രഭു കുടിക്കുന്നു. വെള്ളം കുടിച്ചതിന് ശേഷം മഹാപ്രഭുവിൻ്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നു. മഹാപ്രഭു പറയുന്നു, ഇത്രയും മധുരമുള്ള, ഇത്രയും സ്വാദുള്ള ഒരു വെള്ളം ഞാൻ കുടിച്ചിട്ടില്ല ഇതിനു മുമ്പ് എന്ന് പറഞ്ഞ് ശ്രീധരനെ കെട്ടിപ്പിടിക്കുന്നു. ശ്രീധർ പറയുന്നു, ഓ കൃഷ്ണ, ഓ മഹാപ്രഭു, എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, അങ്ങയുടെ ലീലകളൊന്നും മനസ്സിലാവുന്നില്ല. എന്നിട്ട് അവിടെ നിൽക്കുന്നില്ല. ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരോടും പറയുന്നു, നിങ്ങളും കുടിക്കൂ, നിങ്ങളും കുടിച്ചു നോക്കൂ, ഇതിൽ നിന്നുള്ള വെള്ളം കുടിച്ചു നോക്കൂ, നിങ്ങൾക്കും അനുഗ്രഹം കിട്ടട്ടെ. കാര്യം ഇത് പരമശുദ്ധ ഭക്തനായിട്ടുള്ള ശ്രീധരൻ്റെ പാത്രമാണ്, അതുകൊണ്ട് ഇതിൽ നിന്ന് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ശ്രീധരനെ പോലെ പരിശുദ്ധമായിട്ടുള്ള ഭക്തി നിങ്ങൾക്കും കിട്ടുന്നു എന്ന് പറഞ്ഞ് ചൈതന്യ മഹാപ്രഭു എല്ലാവർക്കും വെള്ളം കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് ഈയൊരു ലീല ഇങ്ങനെയാണ്. ഇതാണ് പരിശുദ്ധ ഭക്തനായിട്ടുള്ള ശ്രീധരൻ്റെ ഒരു ചെറിയൊരു ഹിസ്റ്ററി. സോ ശ്രീധരൻ്റെ ഈ ഒരു ലീലയിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം. ശ്രീധരൻ്റെ ക്വാളിറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ മഹാപ്രഭുവിന് ഒരുപാട് ഇഷ്ടമായിരുന്നു അദ്ദേഹത്തെ. കാര്യം അദ്ദേഹം ഒന്ന് ശുദ്ധനാണ്, അദ്ദേഹം വളരെ വിനയമുള്ള വ്യക്തിയാണ്, മാത്രമല്ല ഭൗതികമായിട്ടുള്ള ഒരു ആഗ്രഹങ്ങളുമില്ല. അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു ആഗ്രഹം ഭഗവാനെ സേവനം ചെയ്യണമെന്ന് മാത്രമാണ്. അപ്പോൾ ഇതാണ് നമുക്കുള്ള പാഠം. ഭഗവാനെ ആകർഷിപ്പിക്കാൻ നമ്മൾ വലിയ ആളാവണമെന്നൊന്നുമില്ല, ഒരുപാട് പൈസ വേണമെന്നൊന്നുമില്ല, ഒന്നുമില്ല. വളരെ ദരിദ്രനാണെങ്കിൽ പോലും അതല്ല ഭഗവാൻ. നമ്മുടെ പൈസയോ സ്ഥാനമോ മാനമോ പേരോ പ്രശസ്തിയോ ഒന്നുമല്ല നോക്കുന്നത്. ഭക്തി, ഹൃദയത്തിൽ പരിശുദ്ധിയുണ്ടോ, ഭക്തിയുണ്ടോ, ഇത് മാത്രമേ നോക്കുന്നുള്ളൂ. ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാൻ നമുക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. എങ്ങനെയാണ് ശ്രീധരന് വേണ്ടി ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തെ തന്നെ കൊടുക്കുകയാണ് ചെയ്തത്. ശ്രീധരനോട് പറയും, നിനക്ക് ഞാൻ എന്നെ തന്നെ തരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഭക്തിയിലൂടെ മാത്രമേ ഭഗവാനെ ആകർഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. വേറെ ഒന്നും ഭഗവാന്റെ മുമ്പിൽ ശ്രദ്ധ കൊടുക്കില്ല. മന്യേ ധനാഭിജന രൂപ തപ ശ്രുതൗചസ് തേജ പ്രഭാവ ബല പൗരുഷ ബുദ്ധിയോഗ നാരാധനായ ഹി ഭവന്തി പരസ്യ പുംസ ഭക്തിയ തുട്ടോഷ ഭഗവാൻ ഗജയൂതപായ. ശ്രീമദ് ഭാഗവതം 7:9-9 പ്രഹ്ലാദ മഹാരാജാവിൻ്റെ ചരിത്രം. പ്രഹ്ലാദ മഹാരാജാവിൻ്റെ സ്തുതിയിൽ പറയുന്നതാണ്. നരസിംഹദേവനോട് പറയുന്നു, ഭഗവാൻ വേറൊന്നും നോക്കുന്നില്ല. രൂപവും തപസ്, നമ്മുടെ രൂപമാണെങ്കിലും സൗന്ദര്യമാണെങ്കിലും ധനമാണെങ്കിലും നമ്മൾ ജനിക്കുന്ന കുടുംബമാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന തപസ്യകളാണെങ്കിലോ നമ്മുടെ അറിവുകളാണ്. ശ്രുത എന്ന് പറയുന്നത് അറിയുന്ന വേദങ്ങൾ അറിയാം, അല്ലെങ്കിൽ പണ്ഡിതനാണ്, ഇതാണോ, ഇതൊന്നും പ്രഭാവം, നമ്മൾ ഒരുപാട് പ്രഭാവമുള്ളൊരു വ്യക്തിയാണോ, ബലമാണോ, പൗരുഷമാണോ, അതോ നല്ല ബുദ്ധിയുള്ള വ്യക്തിയാണോ, അതോ അഷ്ടാംഗയോഗം ചെയ്യുന്ന ഒരു വ്യക്തി, ഇതൊന്നുമല്ല ഭഗവാൻ നോക്കുന്നത്. നാരാധനായ ഹി ഭവന്തി പരസ്യ പുംസ ഭക്തിയ തുടോഷ ഭഗവാൻ ഗജയൂതപായ. പ്രഹ്ലാദ മഹാരാജ് പറയുന്നു, ഭക്തി മാത്രമേ. കാര്യം ഈ പറയുന്ന നല്ല ഹരേ കൃഷ്ണ പ്രഭു, സോറി, നമ്പർ ഏതാ പറഞ്ഞത് പ്രഭു? 799. ഓക്കെ പ്രഭു, താങ്ക് യു. ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. ഓക്കെ, ഭക്തിയ തുട്ടോഷ ഭഗവാൻ ഗജയൂതപായ. പ്രഹ്ലാദ് പറയുന്നു, ഭക്തി മാത്രമാണ് ഭഗവാനെ ആകർഷിപ്പിക്കുന്നത്. ഗജ എന്ന് പറഞ്ഞാൽ ഗജേന്ദ്രന് നല്ല കുടുംബത്തിൽ ജനിച്ച നല്ല കുടുംബത്തിൽ ജനിച്ചു, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ. രൂപമായിരുന്നു, ആനയായിരുന്നു. തപസ്യാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയാണോ, അദ്ദേഹത്തിൻ്റെ ബലമാണോ, പൗരുഷമാണോ, ഇതൊന്നുമല്ല ആകർഷിപ്പിച്ചിട്ടുള്ളത്. ഭഗവാനെ ആകർഷിപ്പിക്കുന്നത് ഭക്തിയ തുട്ടോഷ ഭഗവാൻ ഗജയൂതപായ. പ്രഹ്ലാദ് പറയുകയാണ് നരസിംഹദേവനോട്, അതുകൊണ്ട് അങ്ങയെ ആകർഷിപ്പിക്കാൻ വേറെ ഒന്നുമില്ല ലോകത്ത്. കാര്യം എല്ലാം ഭഗവാന്റേതാണ്. അദ്ദേഹത്തിനെ നമ്മൾ എന്ത് കാണിക്കാനാണ്?
എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ ഭക്തിയുണ്ടോ, ഭഗവാൻ അത് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ ശ്രീധരനെ പോലെ വളരെ സിമ്പിളായിട്ടുള്ള ഒരാളായാലും ആളായി കഴിഞ്ഞാലും എന്താണ് നഷ്ടമുള്ളത്? ഒന്നും നഷ്ടമില്ല. നമുക്ക് ഒരുപാട് പൈസയുണ്ട്, ഒരുപാട് വലിയ ഫാമിലിയിലുള്ള ആളാണ്, ഒരുപാട് പേരും പ്രശസ്തിയുണ്ട്, വല്ല കാര്യമുണ്ടോ? ഇതെല്ലാം ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ്, മെറ്റീരിയൽ കാര്യങ്ങളാണ്, മെറ്റീരിയൽ ഡെസിഗ്നേഷൻസ് ആണ്. ഇതൊക്കെ ഉപാധി, സർവോപാധി വിനിർമുക്തം തത്പരത്വേന നിർമ്മലം ഋഷികേന ഋഷികേശ സേവനം ഭക്തിരുച്യതേ. ഇതെല്ലാം ഉപാധികൾ, ഇതെല്ലാം ഡെസിഗ്നേഷൻ, മെറ്റീരിയൽ ഡെസിഗ്നേഷൻസ് നമ്മുടെ ഹെൽപ്പ് ചെയ്യുന്നില്ല. ആകെ ഹെൽപ്പ് ചെയ്യുന്നത്, ഭഗവാനെ ആകർഷിപ്പിക്കുന്നത് ഭക്തി മാത്രമാണ്. സോ നമ്മളെല്ലാവരും ഇങ്ങനെയുള്ള കഥകൾ കേൾക്കുമ്പോൾ, ഇങ്ങനെയുള്ള ഭക്തരെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കണം, ഒരു ദിവസം നമുക്കും ഈ ഒരു ഭക്തരെ പോലെ, പരിശുദ്ധരായിട്ടുള്ള ഭക്തരെ പോലെ വേറെ ഒന്നും നമ്മൾ ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. ഭഗവാനോടുള്ള സ്നേഹം, ഭക്തി മാത്രം. ഈ ഇങ്ങനെയുള്ള ഭക്തരെ പോലെ ഒരു ദിവസം നമുക്കും അതേപോലെ ആവാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ പാത പിന്തുടരാൻ വേണ്ടിയിട്ട് നമുക്കും സാധിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്, ആഗ്രഹമാണ് നമ്മുടെ ഉള്ളിൽ വരേണ്ടത്. അങ്ങനെ അതിനുവേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മളൊന്നും വേറെ ആഗ്രഹിക്കേണ്ട, ഭഗവാന്റെ സേവനം മാത്രം. രാധാകൃഷ്ണ സേവ പാവോ ഏ അഭിലാഷി, നമ്മൾ എല്ലാ ദിവസവും തുളസി ആരതിക്ക് ചെയ്യുന്നതാണ്. വേറൊന്നും ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. ജീവനെ മരണേ ഗതി ആരന്നഹി മോർ. വൃന്ദാവനേശ്വരി രാധ കൃഷ്ണോ വൃന്ദാവനേശ്വര, ജീവനെ നിധനെ നിത്യം രാധാകൃഷ്ണ ഗതിർമമ. ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ ജീവിതത്തിൽ, രാധാകൃഷ്ണൻ മാത്രം. गौर प्रेमानंदे। श्री चैतन्य महाप्रभु की जय, श्री चैतन्य चरितामृत की जय, श्री कृष्णदास कविराज गोस्वामी की जय, जगत गुरु शीला प्रभुपाद की जय, गौड़ीय गुरु वृंद की जय, निताय गौर प्रेमानंदे। थैंक यू, थैंक यू सो मच प्रभु। हरे कृष्णा। थैंक यू, हरे कृष्ण। Hare Krishna Prabhu, Dandavad Pranam. हरे कृष्णा प्रभु, प्रणाम। Sorry to interrupt you in the middle of the class. I apologize, my sincere No apologize to you. problem. I was ചോദിച്ചപ്പോൾ little sorry. scared actually. No. പ്രഭു ഇപ്പൊ കോട്ട് ചെയ്തില്ലേ നമ്മുടെ ചൈതന്യ മഹാപ്രഭു മറ്റേ ആ പാത്രം മറ്റേ അതില് വെള്ളം കുടിച്ചു. ഫോർ മീ ടു സ്റ്റഡി ഫ്രോം വേർ ഐ ഹാവ് ടു ഗോ ടു ചെക്ക് ദിസ് റെഫറൻസ്? It's given in Chaitanya Bhagavad, Prabhuji. Okay. Chaitanya Bhagavad, another book. There is another book, no, from Srila Vrindavan Das Thakur. Okay, no problem. Whenever you are free, you can put it that in the WhatsApp to me so that I'll study. Sure. Thank you. Sure. Wonderful class, bro. Thank you. Hare Krishna to you. Thank you. Hare Krishna. Pranam. ഹരേ കൃഷ്ണ. ഡിവോട്ടീസിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ദയവായി ചോദിക്കുക. ഹരേ കൃഷ്ണ. ഓക്കെ, താങ്ക് യു സോ മച്ച് പ്രഭു. താങ്ക് യു രാധാ ദാമോദർ പ്രഭു. പ്രഭുവാണ് സർവബലവ് പ്രഭുവായിട്ട് കണക്ട് ചെയ്ത് തന്നത്. താങ്ക് യു സോ മച്ച് പ്രഭു. ഹരേ കൃഷ്ണ. ഇത്രയും ബിസി ഷെഡ്യൂളിൽ വന്ന് ക്ലാസ് എടുത്തതിന് താങ്ക് യു സോ മച്ച് പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു. നിങ്ങളുടെ എല്ലാവരുടെ അസോസിയേഷൻ കിട്ടുന്നത് എൻ്റെ മഹാസൗഭാഗ്യമാണ്. അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ ഭക്തരുടെയും പാദങ്ങളിൽ ഞാൻ നമസ്കരിക്കുന്നു. ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ അനുഗ്രഹിക്കുക. സോ ദാറ്റ് ഈ പറയുന്നതോ കേൾക്കുന്നതോ കാര്യങ്ങളൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷേ ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പറയുന്നതൊക്കെ സത്യമാവാനും ഫോളോ ചെയ്യാനും സാധിക്കാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന എനിക്കും ആവശ്യമാണ്. താങ്ക് യു. ഹരേ കൃഷ്ണ. പ്രണാം. ഹരേ താങ്ക് യു കൃഷ്ണ. പ്രണാമം പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ പ്രണാമം. കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ശരി, ഐശ്വര്യ മാതാജി, ഞാൻ ലീവ് ചെയ്യാം. ഓക്കെ, ക്ലോസ് ചെയ്യാം. താങ്ക് യു. താങ്ക് യു. ഹരേ കൃഷ്ണ.